الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ സത്യവിശ്വാസികളെ മുഴുവൻ ആവശ്യപ്പെട്ട കാര്യമാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്നുള്ളത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും മലക്കുകളും പ്രവാചകനുമേൽ സ്വലാത്ത് ചെയ്യുകയാണ്. സ്വലാത്ത് അല്ലാഹു ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹു അനുഗ്രഹിക്കുകയാണ്. മലക്കുകൾ സ്വലാത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, സ്വല്ലു അലൈഹി, അദ്ദേഹത്തിന് മേൽ നിങ്ങൾ സ്വലാത്ത് ചെയ്യുക, വസല്ലിമു തസ്ലീമ, ഒരു ശരിയായ സലാം അദ്ദേഹത്തിന് നിങ്ങൾ അർപ്പിക്കുകയും ചെയ്യുക. അല്ലാഹുവും റസൂലും സ്വലാത്തിൻ്റെയും സലാമിൻ്റെയും പ്രാധാന്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
അൽ ബഖീലു മൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. അൽ ബഖീൽ, പിശുക്കൻ എന്ന് പറഞ്ഞാൽ മൻ ദുഖിർതു ഇൻദഹു, അവന്റെ അരികിൽ വെച്ച് എന്നെപ്പറ്റി സ്മരിക്കപ്പെട്ടു. ഒരുത്തന്റെ അരികിൽ വെച്ചിട്ട് മുഹമ്മദ് എന്ന് പേര് കേട്ടു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കേട്ടു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഫലം യുസല്ലി അലയ്യ, എന്നിട്ട് അവൻ എന്ത് ചെയ്തിട്ടില്ല? എന്റെ പേര് എന്നെ സ്മരിക്കപ്പെട്ടു എന്നാണ് ഹദീസിൽ, പേര് പറഞ്ഞു എന്നല്ല. സ്മരിക്കപ്പെട്ടാൽ മൻ ദുഖിർതു ഇൻദഹു, അവന്റെ അടുത്ത് വെച്ച് എന്നെപ്പറ്റി സ്മരിക്കപ്പെട്ടു. അത് പേര് പറഞ്ഞിട്ടാകാം, പദവി പറഞ്ഞിട്ടാകാം, റിസാലത്ത് മാത്രം പറഞ്ഞിട്ടാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയപ്പെട്ടാൽ ഫലം യുസല്ലി അലയ്യ, അവൻ എൻ്റെ മേൽ എന്ത് ചെയ്തില്ല? സ്വലാത്ത് ചൊല്ലിയില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവൻ പറഞ്ഞിട്ടില്ല. അവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ നമ്മുടെ നാവിൽ നിന്ന് തന്നെ സ്വലാത്ത് വരണം. ചില ആളുകൾ നിശബ്ദമായിട്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം. പോരാ, ചെറിയൊരു മുഴക്കുണ്ടാവണം. ഒരു മജ്ലിസിലാണെങ്കിൽ ആൾക്കൂട്ടത്തിലാണെങ്കിൽ ചെറിയൊരു ശബ്ദം പുറത്തേക്ക് വരണം. മനസ്സിൽ ചൊല്ലിയാൽ അതിന്റെ ഷർത്തൊക്കെ പാലിക്കപ്പെട്ടു. പക്ഷേ റസൂലുള്ളാഹി എന്ന് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അറിയാതെ അവന്റെ നാവിൽ നിന്നൊരു ശബ്ദമായിട്ട് അത് പുറത്തു വരണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിശ്വാസിയുടെ മുറിയാത്ത സ്നേഹത്തിന്റെ ഭാഗമാണ്, കനം കുറയാത്ത സ്നേഹത്തിന്റെ ഭാഗമാണ്, അളക്കാനോ തിട്ടപ്പെടുത്താനോ സാധ്യമല്ലാത്ത സ്നേഹത്തിന്റെ ഭാഗമാണ് റസൂലുള്ളാഹി എന്ന് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നമ്മളിപ്പോൾ അതുകൊണ്ട് പറഞ്ഞത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത് എന്താണ്? സ്വല്ലല്ലാഹു, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, സ്വലാത്ത് ചെയ്യട്ടെ എന്നാണ്. അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ, വസല്ലം, പിന്നെന്താ? അദ്ദേഹത്തിന് സലാം, സമാധാനം ഉണ്ടാകട്ടെ. ഒരു പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് ആ പ്രാർത്ഥന നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? നമുക്ക് വേണ്ടി എല്ലാം ചോദിക്കാറുണ്ട് റബ്ബിനോട്. നമ്മളെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലെ? ദുആ ചെയ്യാറുണ്ടല്ലോ. നമസ്കാരത്തിന് ശേഷം നമ്മൾ ദുആ ചെയ്യും. ആവശ്യങ്ങൾ നേരിടുന്ന ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ദുആ ചെയ്യും. ചിലപ്പോൾ പല സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം തയ്യാറെടുത്ത് മാറി നിൽക്കാറുണ്ട്. ആ പ്രാർത്ഥന ഒക്കെ അല്ലാഹു സ്വീകരിക്കുന്ന നമുക്ക് വല്ല ഉറപ്പുണ്ടോ? ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന, നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ദുആകൾ അല്ലാഹു സ്വീകരിക്കും എന്ന് നമുക്ക് ഉറപ്പില്ല. അത് എല്ലാ ഷർത്തും ഫർളൊക്കെ പാലിച്ചിട്ടുണ്ടെങ്കിലും ചില അദബ്, ചില പാലിക്കാത്ത ദുആകൾ അള്ളാഹു സ്വീകരിക്കൂല, ആകാശത്തേക്ക് ഉയരൂല. ചില അദബ് സ്വീകരിക്കണം. ദുആ ചെയ്യുമ്പോൾ വിശ്വാസി ചില അദബ് സ്വീകരിക്കണം. ആ അദബിൽ, മര്യാദയിൽപ്പെട്ടതാണ് ഒരാൾ ദുആ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? അൽഹംദുലില്ലാഹ്, ചുരുങ്ങിയത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയാം. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ, അങ്ങനെ പറയാം. പക്ഷെ ചുരുങ്ങിയത് അൽഹംദുലില്ലാഹ് എന്ന് അള്ളാഹുവിനെ സ്തുതിക്കണം. ദുആ ചെയ്യുമ്പോൾ, ഞാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? പടച്ചോനെ എൻ്റെ അസുഖം മാറ്റിത്തരണേന്ന് നേരെ ചോദിക്കലല്ല. അള്ളാഹുവെ എൻ്റെ രോഗം ശിഫയാക്കണേന്ന് നേരെ ചോദിക്കലല്ല. എൻ്റെ ദാരിദ്ര്യം തീർക്കണേ, എൻ്റെ കടം മാറ്റണേ, എൻ്റെ പ്രയാസം നീക്കണേ എന്ന് നേർക്ക് നേരെ ചോദിക്കലല്ല. മറിച്ച് എന്താ? അൽഹംദുലില്ലാഹ് എന്ന് എന്ത് ചെയ്യണം? പടച്ചോനെ സ്തുതിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. ഇമാം അബൂദാവൂദും തിർമിദിയും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അൻ ഫളാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു ഖാൽ സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലൻ യദ്ഉ ഫീ സ്വലാത്തിഹി ലം യുമജ്ജിദ് അല്ലാഹ തആല
വലം യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ അള്ളാനെ ഹംദ് ചെയ്യാത്ത, സ്തുതിക്കാതെ, റസൂലുള്ളാഹിയുടെ മേൽ സ്വലാത്ത് ചെയ്യാതെ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടു. ഒരാൾ ദുആ ചെയ്യാ, അവന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അവന്റെ പ്രാർത്ഥനയിൽ എന്തില്ല? ഹംദ് ചെയ്തിട്ടില്ല, സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. ഇത് റസൂലുള്ള കേട്ടു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്ല ഹാദാ. അല്ലാഹുവിന്റെ റസൂൽ അപ്പൊ പറഞ്ഞെന്തറിയോ? അവൻ തിരക്കൂട്ടി, അവൻ ധൃതി കൂട്ടി, തിടുക്കം പിടിച്ചു. ഇങ്ങനെ തിടുക്കം പിടിച്ചിട്ടല്ല ദുആ ചെയ്യേണ്ടത്. സുമ്മ ദഅ ഫഖാല ലഹു ഔ ലി ഗൈരിഹി. എന്നിട്ട് ആ മനുഷ്യനെ റസൂലുള്ള വിളിച്ചു. എന്നിട്ട് അയാളോട് പറഞ്ഞു, ഇദാ സ്വല്ല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഫൽ യബ്ദഅ ബിതംജീദി റബ്ബിഹി ജല്ല വഅസ്സ വസ്സനാഇ അലൈഹി. നിങ്ങളിൽ ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി അള്ളാഹുവിനെ സ്തുതിക്കലാണ്, ഹംദ് പറയലാണ്, പിന്നെ അവനെ പുകഴ്ത്തലാണ്. അൽഹംദുലില്ലാഹ് ത്വയ്യിബൻ മുബാറക്കൻ. അങ്ങനെ അള്ളാഹനെ എങ്ങനെയൊക്കെ പുകഴ്ത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ പുകഴ്ത്തുന്ന ഒരു ലഫ്ളുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം, അത് നിങ്ങൾ ചെയ്തിരിക്കണം. പിന്നെയോ സുമ്മ യുസല്ലി അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നിന്റെ നബിന്റെ മേൽ നീ സ്വലാത്ത് ചൊല്ലണം. സുമ്മ യദ്ഉ ബഅദ ബിമാ ശാഅ, പിന്നെ നീ എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ചോദിച്ചോ. ഇപ്പൊ എന്റെ പ്രശ്നം അള്ളാഹിനോട് ചോദിക്കണമെങ്കിൽ ആദ്യം ഞാൻ ഹംദും സ്വലാത്തും ചൊല്ലണം. നമ്മൾ അങ്ങനാണോ ദുആ ചെയ്യുന്നത്? നമ്മൾ എപ്പോഴും അങ്ങനാണോ ദുആ ചെയ്യുന്നത്? അങ്ങനത്തെ ദുആയെ പറ്റിയിട്ടാണ് ദുആന്റെ അദബ് എന്ന് റസൂലുള്ള പഠിപ്പിച്ചത്. ഇനി നിങ്ങൾ കേൾക്കൂ. ഇമാം തിർമിദി 486 നമ്പറിൽ അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിന്ന് ഒരു അസർ ചേർത്തു. എന്താ? ഇന്ന ദുആ മൗഖൂഫും ബൈന സമാഇ വൽ അർദ്. ഇന്ന ദുആ, തീർച്ചയായിട്ടും പ്രാർത്ഥന, മൗഖൂഫും ബൈന സമാഇ വൽ അർദ്, അർളിനും സമാഇനും, ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ മൗഖൂഫുൻ, അതിങ്ങനെ തങ്ങി നിൽക്കും. നമ്മൾ ഇവിടെ നിന്ന് ചോദിച്ച ചോദ്യം, ഭൂമിയിൽ നിന്ന് റബ്ബിനോട് ചോദിച്ച തേട്ടം, ആ തേട്ടം ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ തങ്ങി നിൽക്കും. ലാ യസ്അദു മിൻഹു ശൈഉൻ, അതിൽ നിന്ന് ഒന്നും ആകാശത്തേക്ക് കയറിപ്പോകില്ല, റബ്ബിലേക്ക് കയറിപ്പോകില്ല. ഹത്താ തുസല്ലിയ അലാ നബീക് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ നബിന്റെ മേൽ നീ സ്വലാത്ത് ചെല്ലുന്നത് വരെ. അല്ലാഹുവേ എനിക്ക് പുറത്തരണേ, എവിടെ വന്ന് നിൽക്കൊള്ളോ? ആകാശത്തിനും ഭൂമിക്കിടയിൽ നിൽക്കൊള്ളോ. അല്ലാഹുവേ എന്റെ കടം നീ വീട്ടണേ, എവിടെ വന്ന് നിൽക്കുകയുള്ളോ? ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ നിൽക്കുകയുള്ളോ, തങ്ങി നിൽക്കുകയുള്ളോ. പഠിച്ചവനെ, എന്റെ ആവശ്യങ്ങൾ ഒക്കെ അവിടെ നിൽക്കാണ്. ദുആന്റെ മര്യാദ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന ആ സ്വലാത്ത് ചൊല്ലിയെങ്കിലും മാത്രമാണ് എന്താവുള്ളൂ. ഹത്താ തുസല്ലിയ അലാ നബീക്, ആ നബിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയെങ്കിൽ അത് ആകാശത്തേക്ക് ഉയരൂ എന്ന് പറഞ്ഞാൽ റബ്ബിലേക്ക് അത് ഉയരൂ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് ഇമാം തിർമിദി പഠിപ്പിച്ചു. ഇനി ഈ സ്വലാത്തിന്റെ ഈ മഹത്വം എന്താ? സ്വലാത്തിന് ഹദീസുകളിൽ വന്ന മഹത്വം എന്താ? അള്ളാഹുവിന്റെ റസൂൽ അതിന്റെ മഹത്വം നമ്മളെ പഠിപ്പിച്ചു. എന്താണെന്നറിയോ? അള്ളാഹിന്റെ റസൂൽ പറയാ, ഇദാ സമിഅതുമുൽ മുഅദ്ദിന ഇദാ സമിഅതുമുൽ മുഅദ്ദിന, മുഅദ്ദിനെ നിങ്ങൾ കേട്ടാൽ എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നത് നിങ്ങൾ കേട്ടാൽ, ഒരാൾ ബാങ്ക് കൊടുക്കുന്നത് നമ്മൾ കേട്ടാൽ, ഫഖൂലു മിസ്ല മാ യഖൂലു, അവൻ പറഞ്ഞതുപോലെ നിങ്ങൾ പറയാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് കേട്ടാൽ നിങ്ങളും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ബാങ്കിനെ നിങ്ങൾ ഇത്തിബാ ചെയ്യുക, ഫോളോ ചെയ്യുക, ബാങ്കിനെ നിങ്ങൾ പിൻപറ്റുക. എന്നിട്ടോ സുമ്മ സ്വല്ലു അലയ്യ, പിന്നീട് നിങ്ങൾ എന്റെ മേൽ എന്ത് ചെയ്യണം? സ്വലാത്ത് ചെയ്യണം. നമുക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച്, ശൈത്താൻ നമ്മളെ ഇടയിൽ ഇടപെടുകയും വലിയ ഒരു സൽക്കർമ്മത്തെ തല തിരിച്ച് ബാത്തിലാക്കുകയും ചെയ്യുന്ന രൂപം ഈ ഹദീസിൽ നമുക്ക് കാണാം. ആരാ ഹദീസ് ഉദ്ധരിച്ചത്? ഇമാം മുസ്ലിമാണ്. അദ്ദേഹത്തിന്റെ കിതാബു സ്വലാത്ത് എന്ന് പറയുന്ന അധ്യായത്തിലെ 384 ഹദീസായിട്ട് ചേർത്തു. എന്താ പറഞ്ഞത്? മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ
ഫഖൂലു മിസ്ല മാ യഖൂലു, അദ്ദേഹം പറയുന്ന പോലെ നിങ്ങൾ പറയാം. അപ്പൊ ബാങ്ക് കൊടുക്കുന്നു, നമ്മളൊപ്പം ബാങ്കിനെ പിന്തുടർന്ന് അത് പറയുന്നു. എന്നിട്ട് ബാങ്ക് കഴിയുന്നു. സുമ്മ സൊല്ലു അലയ്യ, എന്നിട്ട് നബിന്റെ മേലിൽ സ്വലാത്ത് ചെയ്യുന്നു. ഫഇന്നഹു മൻ സല്ല അലാ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റൻ, ആരെങ്കിലും എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 സ്വലാത്ത് അഥവാ 10 അനുഗ്രഹം അല്ലാഹ് അവന് രേഖപ്പെടുത്തും. 1 ചൊല്ലിയാൽ 10 അല്ലാഹ് രേഖപ്പെടുത്തും. എപ്പോഴാ ചൊല്ലാൻ പഠിപ്പിച്ചത്? ബാങ്കിന് ശേഷം. നമ്മളെ നാട്ടിൽ ഇപ്പൊ നടക്കണതോ ബാങ്കിന് മുമ്പാണ്. മുഅദ്ദിൻ തന്നെ എന്ത് ചെയ്യാണ്? മൈക്ക് ഓൺ ചെയ്തിട്ട് ആദ്യം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്നിട്ട് ബാങ്കിന് മുമ്പ് സ്വലാത്ത്. റസൂലുള്ള പഠിപ്പിച്ചതോ ബാങ്കിന് ശേഷം. ഇത് ബാങ്കിന് ശേഷം ചൊല്ലില്ല, ബാങ്കിന് ശേഷം ചൊല്ലാറില്ല. ബാങ്ക് കേട്ടാൽ ബാങ്കിന്റെ ഒപ്പം ബാങ്ക് ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അറിയോ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം എന്ന് വരുന്ന ആ സ്വലാത്ത് ചെയ്യുക. സുമ്മ സലുല്ലാഹ ലിയൽ വസീല, പിന്നെയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി വസീല ചോദിക്കേണ്ടത്. അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫളീലത വബ്അസ്ഉ മഖാമൻ മഹ്മൂദൻ ലദി വഅദത എന്ന് തുടങ്ങുന്ന ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാണ്? സ്വലാത്ത് കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യുക? നിങ്ങൾ എനിക്ക് മേൽ വസീല ചോദിക്കുക. ഫഇന്നഹാ മൻസിലത്തും ഫിൽ ജന്ന, ആ വസീല എന്ന് പറഞ്ഞാൽ എന്തറിയോ? സ്വർഗ്ഗത്തിലെ ഒരു പ്രത്യേക പദവിയാണത്. സ്വർഗ്ഗത്തിലെ ഒരു പ്രത്യേക പദവിയാണ്. ലാ തംബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ്, അള്ളാന്റെ അടിമകളിൽ നിന്ന് ഒരു അടിമക്ക് മാത്രമേ ആ പദവി കിട്ടൂ. ആദം അലൈഹിസ്സലാം തുടങ്ങി ഖിയാമത്ത് നാളിലെ അവസാനം ജനിച്ച മനുഷ്യൻ വരെ അള്ളാന്റെ അടിമകളിൽ നിന്ന് ഒരാൾക്കാണ് ആ പദവി കിട്ടുക, വസീല എന്ന പദവി കിട്ടുക. വഅർജു അൻ അകൂന അന ഹുവ, ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാനാകണം അത് എന്നാണ്. എനിക്കാകണം ആ സ്ഥാനം കിട്ടണമെന്നതാണ്. അതുകൊണ്ട് ഫമൻ സഅലിയൽ വസീല, ആരെങ്കിലും എനിക്ക് വേണ്ടി വസീല ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ എന്ന് തുടങ്ങണ ആ ദുആ അത് ആരെങ്കിലും ചൊല്ലിയാൽ ഹല്ലത്ത് ലഹു ശഫാഅ, അവന് എന്റെ ശഫാഅത്ത് നിർബന്ധമായി, ഉറപ്പായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, റസൂലുള്ളാഹിന്റെ ശഫാഅത്ത്, ശുപാർശ, റസൂലുള്ള ശുപാർശ ചെയ്യും അല്ലേ? റസൂലുള്ള പിന്നെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. വിവിധ രൂപത്തിലുള്ള ശുപാർശകളുണ്ട്. റസൂലുള്ളാഹിന്റെ വിവിധ രൂപത്തിലുള്ള ശുപാർശകളുണ്ട്. ആ ശുപാർശ കിട്ടണമെങ്കിൽ അള്ളാന്റെ റസൂലിന് വേണ്ടി വസീല നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോ ആ ബാങ്ക് എന്ത് ചെയ്യുക? പിന്തുടരുക. അതിനുശേഷം സ്വലാത്ത് ചെയ്യുക. അതിനുശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവതി താമ എന്ന് തുടങ്ങുന്ന ദുആ ചെയ്യുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ഏൽപ്പിച്ച കാര്യമാണ്. നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ തീരെ അദബ് പാലിക്കാറില്ല, ബാങ്കിന് ഉത്തരം ചെയ്യാറില്ല, ശ്രദ്ധിക്കാറ് തന്നെയില്ല ബാങ്കിനെ. ബാങ്ക് കഴിഞ്ഞിട്ടുള്ള സ്വലാത്തും പ്രാർത്ഥനയും ഒക്കെ പലപ്പോഴും നമ്മൾ മറന്നു പോവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആഗ്രഹം നമ്മളോട് പറഞ്ഞതാണ്. നമ്മൾ മനസ്സിലാക്കുക, അതിന്റെ പ്രത്യേകത എന്താ? റസൂലുള്ള ഒരു ആഗ്രഹം പറഞ്ഞതാണ്. വഅർജു അൻ അകൂന അന ഹുവ, എനിക്കാവണം ആ സ്ഥാനം, അത് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പടച്ചവനോട് ചോദിക്കണം. അപ്പൊ ഇത് നമ്മൾ എത്ര ഗൗരവം കാണണം. റസൂലുള്ള നമ്മളോട് പറയും, എനിക്കൊരു ആഗ്രഹമുണ്ട്, അതെനിക്ക് കിട്ടണം, നിങ്ങൾ ചോദിക്കണം എന്ന് റസൂലുള്ള വസിയത്ത് ചെയ്ത ഒരു കാര്യമാണെങ്കിൽ സ്നേഹമുള്ളവന് ബാങ്കിന് അശ്രദ്ധമാകാൻ പറ്റില്ല. റസൂലുള്ളാഹിയോട് ഹുബ്ബുള്ളവനാണെങ്കിൽ ബാങ്കിന് ശേഷമുള്ള ദുആകൾ ഏത് കൊമ്പത്തവൻ കയറിയിരുന്നാലും അവൻ അത് ചെയ്യാതിരിക്കാൻ പറ്റൂല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ഇനി നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദൻ, ആരെങ്കിലും എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി അശ്റ സ്വലവാത്തിൻ, അവന് 10 സ്വലാത്ത് അല്ലാഹു കൊടുക്കുന്ന പറഞ്ഞാൽ 10 അനുഗ്രഹം അല്ലാഹു ചെയ്യും. ഇനിയോ വഹുത്തത് അൻഹു അശ്റു ഖതീആത്തിൻ,
അവന്റെ 10 തിന്മകൾ അല്ലാഹ് മായ്ച്ചു കളയും. വറുഫിഅത് ലഹു 10 ദറജാത്തിൻ, അവന്റെ 10 പദവികൾ അല്ലാഹ് ഉയർത്തിക്കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ അല്ലാഹു എന്ത് തരുന്നു? 10 അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നു, 10 പാപങ്ങൾ പൊറുക്കുന്നു, 10 പദവികൾ നമ്മളെ അല്ലാഹ് ഉയർത്തുന്നു. ഒരു സ്വലാത്തിന്റെ പ്രതിഫലാണ്. ഇതാരാ ഉദ്ധരിച്ചത്? സ്വഹീഹ് നസായി, ഇമാം നസായിയാണ് ഉദ്ധരിച്ചത്. ഷെയ്ഖ് അൽബാനി ഹദീസ് പരിശോധിച്ച് സ്വഹീഹാണെന്ന് ഹുക്മ് ചെയ്ത ഹദീസാണ്. അപ്പോ ശ്രേഷ്ഠത നോക്കൂ സ്വലാത്തിന്റെ. ഇനി അടുത്തത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിക്കുക എന്താ? ഔലന്നാസി ബി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജനങ്ങൾ ആരാണെന്ന് അറിയുമോ? അക്സറുഹും അലയ്യ സ്വലാത്തൻ, എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചവരാണ്. ധാരാളം സ്വലാത്ത് എന്റെ മേൽ ചൊല്ലിക്കൊണ്ടിരുന്നവരാണ്. ആര്? ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ. വേറെ ഹദീസിൽ കാണാം, അക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കൂ. വെള്ളിയാഴ്ച നമ്മൾ പ്രത്യേക സ്വലാത്ത് എല്ലാവരും ഉണ്ടോ? നമ്മൾ സ്വയം ആലോചിക്കുക, നമ്മളിലേക്ക് നോക്കുക. സൂറത്ത് കഹഫ് നമ്മൾ ഓതുന്നുണ്ടല്ലോ. ചില ഹദീസുകൾ അത് സ്വഹീഹാണ് അല്ലെങ്കിൽ ഹസനാണ് എന്നൊക്കെ അറിയുന്നതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളിയാഴ്ച സൂറത്തുൽ കഹഫ് ഓതുന്നു. വെള്ളിയാഴ്ച നമ്മൾ പ്രത്യേകം പ്രാർത്ഥനയുടെ ഒരു സമയമുണ്ട് എന്നറിയുന്നത് കൊണ്ട്, ഉത്തരം ലഭിക്കുന്ന ഒരു സമയമുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് വെള്ളിയാഴ്ച നമ്മളിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ ഒരു സമയം ഉണ്ടെന്ന് നമുക്കറിയാം. ഇങ്ങനെ വെള്ളിയാഴ്ചക്ക് ചില ശ്രേഷ്ഠത ഉണ്ടല്ലോ. ആ ശ്രേഷ്ഠതയിൽ പെട്ടതാണ് വെള്ളിയാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണം, ധാരാളമാക്കണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ദിവസം ചെയ്തുകൊണ്ടിരിക്കണം. വെള്ളിയാഴ്ച കുറച്ച് അധികരിപ്പിക്കണം, കുറച്ച് അധികരിപ്പിക്കണം. ഫഇന്ന സ്വലാത്ത ഉമ്മത്തി തുഅറളു അലയ്യ ഫീ കുല്ലി യൗമിൽ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ചയും എന്റെ ഉമ്മത്ത് എനിക്ക് ചൊല്ലിയ സ്വലാത്ത് തുഅറളു അലയ്യ, എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന പറഞ്ഞത്. ഞാൻ ചൊല്ലിയ സ്വലാത്ത് റസൂലുള്ളാന്റെ മുമ്പിൽ താങ്കളുടെ ഉമ്മത്തിൽപ്പെട്ട ഇന്ന ആളുടെ മകൻ ഇന്നവൻ ചൊല്ലിയ സ്വലാത്ത് എന്ന് എന്നെ അറിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്തുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി, എന്നെ അറിയും റസൂലുള്ളാഹ്. തുഅരിളു അലയ്യ ഫീ കുല്ലി യൗമിൽ ജുമുഅ ഫമൻ കാന അക്സറഹും അലയ്യ സ്വലാത്തൻ, ആരാണോ എന്റെ മേൽ ധാരാളം സ്വലാത്ത് ചെയ്യുന്നത്, കാന അഖറബഹും മിന്നി മൻസില, അവന് എന്നോട് അടുത്ത സ്ഥാനമുണ്ട്, അവനാണ് എന്റെ അടുത്ത് നിൽക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. വേറെ ഹദീസിൽ കാണാം, ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാ? ജുമുഅ ദിവസമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. ഫഅക്സിറു അലയ്യ മിൻ സ്വലാത്തി ഫീഹി, അതുകൊണ്ട് വെള്ളിയാഴ്ചയിൽ നിങ്ങൾ എനിക്ക് കൂടുതൽ സ്വലാത്ത് ചൊല്ലുക. ഫഇന്ന സ്വലാത്തുകും മഅറൂളത്തുൻ അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് മേൽ അറൽ തുറന്ന് പ്രദർശിപ്പിക്കും, കാണിക്കപ്പെടും. റസൂലുള്ളാഹി പറയാ. ഫഖാലു, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫ തുറദു സ്വലാത്തുന അലൈക വഖദ് അറംത യഖൂലുന ബലീത. അപ്പോൾ നമ്മൾ ചില ആൾക്കാർക്ക് സംശയം തോന്നിയല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ സ്വലാത്ത് എന്നെ റസൂലുള്ളാഹി അറിയ, എന്റെ സ്വലാത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സംശയം തോന്നിയല്ലോ. അതെങ്ങനെയെന്ന് തോന്നിയല്ലോ. അങ്ങനെ സഹാബത്തിന് തോന്നി, ഇതെങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുന്ന റസൂലുള്ളാഹി, താങ്കൾ വഫാത്തായി ഖബറിൽ പിന്നെ മറമാടപ്പെട്ടതിന് ശേഷം എങ്ങനെ താങ്കൾക്ക് അതറിയും? റസൂലുള്ളാഹിന്റെ ഉത്തരം കേട്ടോ. ഖാൽ, അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, ഇന്നല്ലാഹ നിശ്ചയമായിട്ടും അല്ലാഹു ഹറമ ഹറാമാക്കിയിരിക്കുന്നു, അലൽ അർള് ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുന്നു, അജ്സാദൽ അംബിയാ അമ്പിയാക്കന്മാരുടെ ജസദുകൾ. ജസദ് എന്ന് പറഞ്ഞാൽ എന്താ? മദ്രസയെ പോലും നമുക്കറിയാം, പഠിക്കാറുണ്ട്. ജസദ് എന്ന് പറഞ്ഞാൽ ശരീരം. അജ്സാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസദിന്റെ ജംആണ്, പ്ലൂറലാണ്, ബഹുവചനാണ്. എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ ശരീരങ്ങൾ അള്ളാഹു ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുന്നു. ഭൂമി അതിനെ തിന്നില്ല. നമ്മളെ വെച്ചാൽ തിന്നും,
എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നമ്മൾ ദ്രവിച്ച് ഇല്ലാതായി പോകുമെങ്കിൽ അമ്പിയാക്കന്മാരുടെ കാര്യം അങ്ങനെയല്ല. അവരുടെ ശരീരത്തെ ഭൂമി തിന്നുകളയില്ല. സഹാബികൾക്ക് സംശയമായിരുന്നു, റസൂലുള്ളാഹി താങ്കൾക്ക് ഇതുണ്ടാവോ? ഉണ്ടാവൂല, നിങ്ങളെപ്പോലെയല്ല ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല ഹദീസുകളിൽ വെള്ളിയാഴ്ചയും വലൈലത്തുൽ ജുമുഅ പിന്നെ വെള്ളിയാഴ്ച രാവും എന്നും വന്നു. എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ചയുമാണ് സ്വലാത്ത് അധികരിപ്പിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇത് ആരൊക്കെ ഉദ്ധരിച്ചതാണ്? ഇത് പിന്നെ ബൈഹഖി ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ തന്നെ അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ തന്നെ ധാരാളം മുഹദ്ദിസുകൾ, ഇമാം ദഹബി അടക്കമുള്ള മുഹദ്ദിസുകൾ ഇത് പിന്നെ പരിശോധിക്കുകയും ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഇതിന്റെ സനദ് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ഇത് എന്താണ് അവസ്ഥ എന്ന് കൃത്യമാക്കിയ ഹദീസുകളാണ്. ഇതാണ് സ്വലാത്തിന്റെ. ഇനി സലാമിൻ്റെതോ? സലാമിന്റെ ശ്രേഷ്ഠതയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു. ആരാ ഉദ്ധരിക്കുന്നത്? ഇമാം നസാഇ ഉദ്ധരിക്കാണ്. ഹദീസിന്റെ നമ്പർ 1282 റഖം നമ്പറായിട്ട് ഇമാം നസാഇ ഉദ്ധരിച്ചു. അൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചു, ഇന്ന ലില്ലാഹി മലായികതൻ, നിശ്ചയമായിട്ടും അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്, സയ്യാഹീന ഫിൽ അർള്, ഭൂമിയിലൂടെ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, ഭൂമിയുടെ എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചില മലക്കുകളുണ്ട്. യുബല്ലിഗൂനി മിൻ ഉമ്മത്തി സലാം, എന്റെ ഉമ്മത്തിൽ നിന്നുള്ള സലാം അവർ എനിക്ക് എത്തിച്ചേരും. നമ്മളൊരു സലാം ചൊല്ലിയാൽ ആ സലാം നമ്മളെ പേരിൽ റസൂലുള്ളാഹിക്ക് എത്തിക്കാൻ ചില മലക്കുകളുണ്ട്. നമ്മൾ എത്ര ആളുകൾ സലാം ചെല്ലുന്നു? സലാത്ത് ചിലപ്പോൾ ചെല്ലും. നമ്മൾ സലാം ചെല്ലാറുണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ? അത്തഹിയ്യാത്തിൽ ചിലപ്പോൾ സലാം ചെല്ലും. കാരണം അത്തഹിയ്യാത്തിൽ സലാം നിർബന്ധമാണ്. പിന്നെയോ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സലാം ചെല്ലും. അല്ലെങ്കിൽ വല്ല പ്രസംഗോ വല്ല ഖുതുബ പറയുന്ന സമയത്ത് സലാം ചെല്ലും. അങ്ങനെയല്ലാതെ അധികരിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹിക്ക് വേണ്ടി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയെ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലില്ലാഹ്, ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടെ നബിക്ക് മേൽ സലാം ചെല്ലാറുണ്ടോ? ആ സലാം എന്ത് ചെയ്യും? ആ സലാം നബിന്റെ അടുത്ത് ഇന്ന ആള് ചൊല്ലിയ സലാമാണ് എന്ന് പറഞ്ഞിട്ട് ആ സലാമിനെ എന്ത് ചെയ്യും? അവിടെ എത്തിക്കും. എല്ലാ സമയത്തും ചെല്ലാം. ആളുകളെ ധാരണ ഇങ്ങനെ അത്യാഹത്തിൽ മാത്രമാണ് സലാം ചെല്ലല്, അല്ലെങ്കിൽ വഅദ് പറയുമ്പോഴോ നബിന്റെ പേര് കേൾക്കുമ്പോഴോ മാത്രമാണ് സലാം ചെല്ലല് എന്ന് സംശയിച്ച ആളുകൾക്ക് ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ബാസ് കൊടുത്ത മറുപടി എന്തറിയോ? വഅൻത തുസല്ലി അലൈഹി തുസല്ലിം അലൈഹി ഫീ കുല്ലി മകാനിൻ അലൈഹി സ്വലാത്തു വസ്സലാം, എല്ലാ സ്ഥലത്ത് വെച്ചിട്ടും നബിന്റെ മേലിൽ നീ എന്ത് ചെയ്തോ? സ്വലാത്തും സലാമും ചൊല്ലിക്കോ. വലൗ ഫീ ബിലാദിക്, നിന്റെ നാട്ടിൽ വെച്ച് ചെയ്തോ. വലൗ ഫീ ത്വരീഖ്, വഴിയിലൂടെ നടക്കുമ്പോൾ നീ അത് ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലില്ലാഹി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് തുടങ്ങുന്ന സലാം നീ ചൊല്ലിക്കോ. വലൗ അന്നക ഫിൽ ജവ്വി, എല്ലാ അറ്റ്മോസ്ഫിയറിലും ഏത് കാലാവസ്ഥയിലും നീ ചൊല്ലിക്കോ. ഫി ത്വാഇറ, പ്ലെയിനിൽ ഇരുന്നിട്ട് നീ ചൊല്ലിക്കോ. അഫിൽ ബഹർ, കടലിൽ വെച്ചിട്ട് നീ ചൊല്ലിക്കോ. ഔ ഫി അയ്യി മക്കാൻ, എല്ലാ സ്ഥലത്ത് വെച്ചിട്ട് നീ നബിന്റെ മേൽ എന്ത് ചെയ്യിക്കോ? സലാമും സ്വലാത്തും ചെയ്തുകൊണ്ടിരുന്നു. എപ്പോഴും ചെയ്യേണ്ടതാണ്. നമ്മൾ ഒരു ദിക്ർ പോലെ ഇങ്ങനെ നമ്മൾ ഇടക്കിടക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അറിയാതെ തന്നെ നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലില്ലാഹ് ഇങ്ങനെ പറയണം. നമ്മളെ മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചെടുക്കണം. ഇടക്കിടെ പറയണം, കുട്ടികളോട് പറയണം. അതിന് സമയം നിശ്ചയിക്കണം, റസൂൽ നിശ്ചയിക്കണം. എണ്ണം നിശ്ചയിക്കണമെങ്കിൽ റസൂൽ നിശ്ചയിക്കണം. ഞാനും നിങ്ങളും സമയവും എണ്ണവും കോലം നിശ്ചയിക്കാൻ പറ്റൂല. പക്ഷെ നമുക്ക് എപ്പോഴും ചെയ്യാം, എപ്പോഴും ചെയ്യണം. അതാണ് ഹുബ്ബുർ റസൂൽ എന്ന് പറഞ്ഞാൽ. അല്ലാതെ നബിന്റെ ബർത്ത്ഡേയുടെ അന്ന് പായസം ഉണ്ടാക്കി കൊടുക്കലല്ല, മറിച്ച് ഹുബ്ബുർ റസൂൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹുബ്ബുർ റസൂൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ള ആഗ്രഹിച്ചിട്ട് നമ്മളോട് ആവശ്യപ്പെട്ട കാര്യമാണ് സ്വലാത്തും സലാമും. അത് നമ്മൾ എന്ത് ചെയ്യാം? നമ്മളെ ഒരു നിരന്തര ശബ്ദമാക്കുക. ഞാൻ ഒരൊറ്റ ഹദീസ് കൂടി നിങ്ങളെ കേൾപ്പിക്കാണ്. ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് അബൂദാവൂദിലാണ് 2041 നമ്പറിൽ. മറ്റൊന്ന് ഇമാം അഹമ്മദാണ് 10815 നമ്പറിൽ. അവരുടെ പിന്നെ മുസ്നദും
അവരുടെ പിന്നെ ഹദീസ് ഗ്രന്ഥമൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഇന്ന് ഇന്റർനെറ്റിൽ നിന്ന് നേർക്ക് നേരെ അത് സെർച്ച് ചെയ്ത് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾ എടുത്തു നോക്കുക. അള്ളാഹുവിന്റെ റസൂൽ പറയുക, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ, എന്റെ മേൽ ഒരാളും സലാം പറയുന്നില്ല, എനിക്കൊരാളും സലാം പറയുന്നില്ല, ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം, അവന് സലാം മടക്കാൻ വേണ്ടി എന്റെ റൂഹിനെ ഖബറിലേക്ക് അല്ലാഹു മടക്കും. ആ പ്രോസസ്സിംഗ് ഒന്ന് നോക്കി നിങ്ങള്. ഞാൻ ഇവിടുന്ന് അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ ആ സലാം മടക്കാൻ വേണ്ടി റസൂലുള്ളാന്റെ ജസദിലേക്ക്, ശരീരത്തിലേക്ക് അവിടുത്തെ റൂഹിനെ അല്ലാഹു മടക്കി കൊടുക്കും. ഈ ലോകത്ത് ആരൊക്കെ സലാം ചെല്ലുന്നുണ്ടോ അവരുടെ ഒക്കെ സലാം മടക്കാൻ റസൂലുള്ളാന്റെ റൂഹിനെ അള്ളാഹു മടക്കി കൊടുക്കും. അപ്പൊ ചില ആളുകൾക്ക് സംശയമാണ്, എന്താ അങ്ങനെ എല്ലാവരും സലാം ചെല്ലാൻ നിന്ന് കഴിഞ്ഞാൽ റൂഹിനെ ഇങ്ങനെ മടക്കാൻ തന്നെയല്ലേ നേരം ഉണ്ടാവൂ? അത് അവന്റെ ദുനിയാവിലെ സമയം, അവന്റെ ദുനിയാവിലെ ഡൈമെൻഷൻ. അവൻ അത് വെച്ചിട്ടല്ല അവൻ ആലമുൽ ഗൈബിലേക്ക് പോകേണ്ടത്. ആലമു ഷഹാദ നമ്മൾ സൂചിപ്പിച്ചു. ആലമു ഷഹാദയിൽ തന്നെ 4 ഡൈമെൻഷനിലുള്ള സമയത്തെ പറ്റിയിട്ട് ഫിസിക്സ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഡൈമെൻഷൻ ഒരുപാടായി, പക്ഷെ 4 വരെ ശാസ്ത്രീയമായിട്ട് ആറ്റോമിക് ക്ലോക്കുകൾ വെച്ചുകൊണ്ട് 4 സമയത്തെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. സമയം എന്നത് രൂപപ്പെട്ടതിന് ബിഗ് ബാങ്കിന് ശേഷമാണെന്നും സമയത്തിന് പുറത്തേക്ക് കടന്നാൽ സമയത്തെ നമുക്ക് കാണാമെന്നും ഫിസിക്സ് ഇപ്പൊ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പൊ ഈ മണ്ടത്തര ഇനി പഴയ കാലത്ത് യുക്തിവാദി കൊണ്ടുനടക്കണ മണ്ടത്തരുണ്ട്. പരലോകത്തൊരു കാര്യം പറഞ്ഞാൽ ഇഹലോകത്തെ ടൈം വെച്ചിട്ട് അപ്പോൾ ഇവിടുന്ന് ഒരു 10,000 ആള് സലാം പറഞ്ഞാൽ 10,000 പ്രാവശ്യം മുടക്കുമ്പോൾ ഒരു സലാമിന് 1 മിനിറ്റ്, അപ്പൊ 10,000 മിനിറ്റ്, അപ്പൊ ഒരു ദിവസത്തിന് നബിന്റെ ഇങ്ങനെ കണക്കാക്കണ കളി ഉണ്ടല്ലോ. ആ കളി ഫിസിക്സിന്റെ പുതിയ പഠനം അനുസരിച്ച് പൊട്ടനെ അടയാളപ്പെടുത്തുന്നു, മണ്ടനെ അടയാളപ്പെടുത്തുന്നു എന്ന് വിചാരിക്കുക. മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആലമുൽ ഗൈബാണ്. പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ച പറഞ്ഞത് അറദ്ദു അലാ മൻ സല്ലമ അലയ്യ വദാലിക കറാമതു ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നബിക്കുള്ള പ്രത്യേകമായ ഒരു സ്ഥാനാണ്, റസൂലുള്ളാഹിക്കുള്ള പ്രത്യേകമായ ആദരവിന്റെ സ്ഥാനമാണ്. വഹയാത്തുൽ ബർസഖ് വൽ ഖുബൂർ അംറുൽ ഗൈബ്. ബർസഖ്, ഖബർ ജീവിതം എന്നൊക്കെ പറയുന്നത് ഗൈബിയായ കാര്യമാണ്. ലാ യഅലമു ഹഖീഖ ഇല്ലല്ലാഹ്, അല്ലാണ്ട് അതിന്റെ യാഥാർത്ഥ്യം വേറൊരാൾക്കും മനസ്സിലാവൂല. ഫഇന്നൽ ഉമൂറൽ ആഖിറ ലാ തുദ്രികു ബിൽ അഖൽ, നിന്റെ ബുദ്ധിക്ക് അത് പ്രാപിക്കാൻ സാധ്യമല്ല. വ അഹ്വാലുൽ ബർസഖി അശ്ബഹു ബി അഹ്വാലിൽ ആഖിറ, പരലോകത്തിന്റെ അവസ്ഥ പോലെ തന്നെയാണ് ബർസഖി ജീവിതത്തിന്റെ അവസ്ഥ. മനുഷ്യന്റെ ബുദ്ധിക്കോ മനുഷ്യന്റെ സമയത്തിനോ മനുഷ്യന്റെ കാലത്തിനോ കടന്നു ചെല്ലാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് അവിടെ നടക്കുന്നത് ഇവിടുത്തെ സമയം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണ്ട. റസൂലുള്ളാഹിക്ക് നമ്മളൊരു സലാം ചൊല്ലിയാൽ അത് മടക്കാൻ റൂഹ് മടക്കി കൊടുക്കും. ഇതാണ് ഈ ഹദീസിന്റെ നേർക്ക് നേരെയുള്ള വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു പക്ഷേ വ അന്നൽ മുറാദ ബിർറൂഹ്, ആ റൂഹ് കൊണ്ട് അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത് ഹുവൽ മലക്കുൽ മുവക്കൽ ബിദാലിക്, അതൊരു പക്ഷേ മുവക്കലായ മലക്കായിരിക്കാം റസൂലുള്ളാഹിക്ക് സലാം എത്തിച്ചു കൊടുക്കാൻ. കമാ ഖാല ഇൻദ നസാഇ, ഇമാം നസാഇ ഉദ്ധരിച്ചുള്ള ഹദീസിൽ ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീന ഫിൽ അർള് യുബല്ലിഗൂനി മിൻ ഉമ്മത്തി സലാം, എന്റെ ഉമ്മത്തിന്റെ സലാം എനിക്ക് എത്തിക്കാൻ ചില മലക്കുകളുണ്ട്, ആ മലക്കുകൾ അതെനിക്ക് എത്തിക്കും എന്ന് ഇമാം നസാഇ പറഞ്ഞല്ലോ. ആ പറഞ്ഞ ഹദീസാകം രണ്ടായാലും നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, റസൂലുള്ളാഹിക്ക് മേൽ ഞാനൊരു സലാം ചൊല്ലിയാൽ ആ സലാം റസൂലുള്ള മടക്കും. റസൂലുള്ളാഹിക്ക് മടക്കാൻ റൂഹിനല്ല മടക്കി കൊടുക്കും, അത് മലക്കുകൾ എത്തിച്ചും കൊടുക്കും. എന്റെ സലാമാണ് എന്ന് റസൂലുള്ള അറിയുകയും ചെയ്യും. അപ്പൊ ഇതിന്ന് ചില ആളുകൾ വിചാരിക്കുക, എന്നാ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിഗാസ നടത്തിയാലോ, സഹായം തേടിയാലോ. അതിന് എതിരാണ് ഈ ഹദീസ്. കാരണം എന്താ, റസൂലുള്ളാഹിക്ക് റൂഹ് മടക്കി കൊടുക്കുന്നത് ആകെ സലാം മടക്കാനാണ് എന്ന് ഹദീസ് വ്യക്തമാക്കി. ഇസ്തിഗാസ കേൾക്കാൻ റസൂലുള്ളാഹിക്ക് അങ്ങനെ റൂഹ് മടക്കി കൊടുക്കുന്നില്ല എന്നത് ഈ ഹദീസിന്റെ പാഠം തന്നെയാണ്. റസൂലുള്ളാഹിക്ക് ആകെ റൂഹ് മടക്കി കൊടുക്കുന്നപ്പോഴാ സലാം മടക്കാൻ. അത് കഴിഞ്ഞാലോ റൂഹനെ തിരിച്ചെടുക്കുന്ന റസൂലുള്ള തന്നെ പറഞ്ഞത്. അപ്പോ പിന്നീട് ഖബർ ജീവിതത്തിൽ റസൂലുള്ള
ഉറക്കിലായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഇസ്തിഗാസ ചെയ്തിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഇനി ഇസ്തിഗാസ കേട്ടാൽ തന്നെ റസൂലുള്ള ഉത്തരം ചെയ്യാനും പോണില്ല. അതുകൊണ്ട് ഈ ഹദീസ് ആളുകൾ പറയാത്തത്, പണ്ഡിതന്മാർ ഇത് കാര്യമായിട്ട് ഉദ്ധരിക്കാത്തത് ഈ തെറ്റായ പ്രവണതയ്ക്ക് വേണ്ടി ഇതിന് ഉപയോഗപ്പെടുത്തുമോ എന്ന പേടി കൊണ്ടാണ്. റബ്ബ് സുബ്ഹാനഹു തആല കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, വയനാട്ടിലെ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട വീടുകളും ജീവിതവും എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി കേരള നദവത്തുൽ മുജാഹിദീൻ പ്രത്യേകമായ റിലീഫ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അവിടെ 100 വീട് നിർമ്മിച്ച് നൽകാനുള്ള പ്രൊജക്റ്റുമായി മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഒരു വീടിൻ്റെ തറക്കല്ല് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞു. നമ്മളെ ആളുകൾ പലപ്പോഴും വിചാരിക്കുന്നത് അവിടെ ഇത്ര വീടിൻ്റെ ആവശ്യമില്ല, ഇന്നവർ ഇത്ര ചെയ്തു, ഇന്നവർ ഇത്ര പറഞ്ഞു, നിങ്ങൾ അവിടെ പോയിട്ട് അന്വേഷിച്ചോ, ഓഫർ ചെയ്തവരൊന്നും ഇപ്പം പലരെയും കാണാനില്ല, കിട്ടാനില്ല. അത് എന്നും കേരളത്തിൻ്റെ ഒരു ദുര്യോഗമാണത്. ഒരു പ്രശ്നം ഇങ്ങോട്ട് വരുമ്പോൾ 100 ആൾ ഓടി വന്ന് അവർക്ക് ആവശ്യമുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഓഫറുകൾ ചെയ്യുകയും എല്ലാം സുഭദ്രമായി എന്ന പ്രതീതി ഉണ്ടാക്കുകയും അതിൻ്റെ ട്രെൻഡ് അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ ഓഫർ ചെയ്തവരൊക്കെ തിരിച്ചു പോവുകയും ചെയ്യും. ഇത് എന്നുള്ള പ്രശ്നമാണ്. പിന്നെ മനസ്സാക്ഷിയുള്ള ആളുകൾ രണ്ടാമത് ചെയ്തു കൊടുക്കുമ്പോഴാണ് പ്രശ്നം പരിഹരിക്കാറ്. അതുകൊണ്ട് നാട്ടിലൊരു പ്രചരണമാണ്, എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് അവിടെ വീട് കാര്യങ്ങൾ. നിങ്ങൾ കൃത്യമായി പോയി ആ ദേശങ്ങളിൽ അന്വേഷിക്കുക. അവിടെ ആളുകൾ ഓഫറുകൾ ആദ്യം പ്രഖ്യാപിച്ചവർ 100 വീട് പറഞ്ഞവരും 50 വീട് പറഞ്ഞവരൊന്നും ഇപ്പോൾ കാണാനില്ല, കിട്ടാനില്ല. അതുകൊണ്ട് നമ്മൾ പ്രഖ്യാപിച്ച വീട് ആവശ്യക്കാരനുസരിച്ച് 100 വീടുകൾ നമ്മളവിടെ ഉണ്ടാക്കി കൊടുക്കും. ഇത് മതസംഘടനയുടെ വാക്കാണ്. അവിടെ അത് ചെയ്തിരിക്കും, പിന്മാറില്ല എന്നുള്ളത് നമുക്കറിയാം. ആ പദ്ധതിയിലേക്കാണ് നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്ന സംഭാവനകൾ നൽകിക്കൊണ്ട് സഹായിക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നത്. എല്ലാവരുടെയും സഹകരണം മൂലമാണ് നമുക്ക് അത് ചെയ്യാൻ സാധ്യമുള്ളൂ, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അടുത്ത വെള്ളിയാഴ്ചക്ക് തന്നെ നിങ്ങളുടെ സംഭാവനകൾ എത്തിക്കാനും പരമാവധി സഹകരിക്കാനും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ നന്മകളും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർക്കറ്റിൽ അവൻ പൊരുത്തപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കൂടുതൽ സ്വലാത്തും സലാമും ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുന്ന, അവിടുത്തെ അരികിൽ ഏറ്റവും അടുത്ത സ്ഥാനം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരായ വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ കുറ്റങ്ങൾ അള്ളാഹു ഒന്നൊഴിയാതെ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാം ചെയ്ത വൻപാപങ്ങൾ, ചെറുപാപങ്ങൾ, നാം ചെയ്ത എല്ലാ തിന്മകളും ഒന്നൊഴിയാതെ റബ്ബ് നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ, അവൻ പുറത്തു നൽകുമാറാകട്ടെ. ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് ആ തിന്മകളെ മറികടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.